ഫെയിൽ മീൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. അപ്പോൾ ഫെയിൽ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കള്ളം പറയുക, അല്ലെങ്കിൽ അവനൊന്നും ചെയ്തിട്ടില്ല. ക്രിയേറ്റീവ് കുട്ടികൾ ഈ മാത്തമാറ്റിക്കൽ സ്കിൽസിൽ പുറകോട്ട് പോകും. കാരണം ബ്രെയിനിൻ്റെ രണ്ട് സൈഡിലാണ്. അതായത് ലെഫ്റ്റ് സൈഡ് ഇസ് ഫോർ ലോജിക്, റൈറ്റ് സൈഡ് ഇസ് ഫോർ ക്രിയേറ്റിവിറ്റി. കുറ്റം ഞാൻ പറയുന്നത് പേരൻസിൻ്റെ ഇല്ല. കുട്ടികളുടെ നേച്ചർ അനുസരിച്ച് അവർ പറയുന്നതല്ല കേൾക്കുന്നത്, നമ്മൾ ചെയ്യുന്നതാണ് അവർ കാണുന്നത്. അത് ഹോബീസ് വഴി നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് ടൈപ്പ് ഹോബികളാണ് കുട്ടികൾ ഇതിൽ ഇറങ്ങുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ടീനേജ് കഴിയുമ്പോഴാണ് ഈ കുട്ടികൾ പാഷൻ്റെ പുറകെ പോകുന്നത് കാണുന്നത്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ എനിക്ക് എത്തണം. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരൻസ് വന്ന് പറയാറുണ്ട്, അവരുടെ കുട്ടികൾക്ക് ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡൊക്കെ വരെ മാത്സ് ഭയങ്കര എളുപ്പമായിരുന്നു, അത് കഴിഞ്ഞിട്ട് അവർക്കത് ഡിഫിക്കൽട്ടായി തുടങ്ങി. അപ്പോൾ അത്രയും നാളും അവർക്ക് എളുപ്പമായിരുന്ന ഒരു സബ്ജക്റ്റ് സഡൻ ആയിട്ട് അവർക്ക് ഡിഫിക്കൽട്ട് ആവുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഒരു കാരണം മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടാവും. ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്. അപ്പം പൊതുവേ ഞാൻ കാണുന്നൊരു പ്രശ്നം വെച്ചാൽ ഒരു ചെറിയൊരു ഫെയിലിയർ ഉണ്ടായി. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു എക്സാമത്തിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്നായിരിക്കാം ഏറ്റവും കൂടുതൽ കാണുന്ന ട്രിഗർ അവിടെ നിന്നാണ്. നമ്മുടെ കുട്ടികളോട് നമുക്കൊരു ഫെയിലിയർ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്? വളരെ നെഗറ്റീവാണ്. അതൊരു ഫിയർ ബിൽഡപ്പ് ചെയ്യാണ്. ഞാൻ ഈ ഫെയിലിയർ മാനേജ്മെൻറ്റ് വർക്ക്ഷോപ്പ്സ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു ഫെയിൽ മീൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. അതാണ് ഫെയിലിൻ്റെ ഫുൾ ഫോം, FAIL. അപ്പോൾ ഫെയിൽ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കള്ളം പറയുക, അല്ലെങ്കിൽ അവനൊന്നും ചെയ്തിട്ടില്ല. സോ നമ്മളെ കുട്ടികളോട് ഒന്ന് അപ്രോച്ച് ഒന്ന് മാറ്റി നോക്കി കഴിഞ്ഞാൽ, ഓക്കെ ഈ ഒരു പ്രാവശ്യം ഫെയിലായി, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് മേക്കപ്പ് ചെയ്യാം. അല്ല എനിക്കതിന് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നുന്നു? അപ്പോൾ മനസ്സിലാവും ടീച്ചർ മാറി. പഴയ ടീച്ചർ എടുത്തുകൊണ്ടിരുന്ന മാത്സ് ടീച്ചർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, ഈ ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കാരണം ഏർലി സ്റ്റേജിൽ കുട്ടികൾ ടീച്ചർ എന്ത് പറഞ്ഞാൽ ടീച്ചറിന് വേണ്ടി മരിക്കും. PT പേരൻസ് എന്ത് പറഞ്ഞാൽ അതിന് വരില്ല. കഴിയുമ്പോൾ അത് മാറും. പക്ഷേ അപ്പോൾ അത് എന്താണ് ആ കാരണം എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പം ചിലപ്പം ഈ ഒരു ഫെയിലിയർ ഇഷ്യൂ ആയിരിക്കും. പിന്നെ ചില കുട്ടികൾക്ക് പഠിക്കാനുള്ള ഡിസബിലിറ്റീസ് ഉണ്ടോ, നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. ചില കുട്ടികൾ ബൈ ബർത്ത് അവർക്ക് ചില സബ്ജക്റ്റിനോട് അല്ലെ പഠനം തന്നെ ഉണ്ടാകുന്ന കുട്ടികളുണ്ട്. അത് ഡിഫക്ട്സ് ആണ്, ബൈ ബർത്ത് ഉണ്ടാകുന്നതാണ്. ചിലത് കോച്ചിങ്ങിലൂടെ ട്രെയിനിങ്ങിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും, ചിലത് നീഡ് ട്രീറ്റ്മെൻറ്റ്, ചിലത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, കുട്ടി അങ്ങനെയാണ്. പക്ഷേ അവർക്ക് വേറെ കുറച്ച് സ്കിൽസ് ഉണ്ട്. വെരി ക്രിയേറ്റീവ്. പൊതുവെ അങ്ങനെയാണ്, ക്രിയേറ്റീവ് കുട്ടികൾ ഈ മാത്തമാറ്റിക്കൽ സ്കിൽസിൽ പുറകോട്ട് പോകും. കാരണം ബ്രെയിനിൻ്റെ രണ്ട് സൈഡിലാണ്. അതായത് ലെഫ്റ്റ് സൈഡ് ഇസ് ഫോർ ലോജിക്, റൈറ്റ് സൈഡ് ഇസ് ഫോർ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഈ ക്രിയേറ്റീവ് കുട്ടികളുടെ പൊതുവേ ലെഫ്റ്റ് സൈഡ് പൊതുവെ വീക്കായിരിക്കും. കാരണം അവർ ബ്രെയിനിൻ്റെ ഏത് സൈഡാണ് യൂസ് ചെയ്യുന്നത് അതാണ് ഡെവലപ്പ് ചെയ്യുക. അപ്പം കുറച്ച് സയൻറ്റിഫിക് കാര്യങ്ങളുണ്ട് ഇതിൽ. അത് നമ്മൾ മനസ്സിലാക്കി കുട്ടി എന്താണോ മേലോട്ട് വരുന്നതനുസരിച്ച് എപ്പോഴെങ്കിലും ഒരു ട്രാക്കിൽ അവനെ അവനോട് പറയണം, എനിക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നോടം വരെ മാത്സിൽ എങ്ങനെയും സ്കോർ ചെയ്യണം, ഒരു എബോവ് ആവറേജ് എങ്കിലും എത്തുക. എനിക്ക് താല്പര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അത് ഈ കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിനു വേണ്ടി എങ്കിലും അവനത് ആവശ്യമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പ്രഷർ ചെലുത്തിയല്ല, ഭീഷണിപ്പെടുത്തിയോ പ്രഷർ ചെലുത്തിയോ ഒരു കാര്യമില്ല. കാരണം അവൻ തൊട്ട് കാണിച്ചു തരും. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം മാത്സ് ഞാൻ ഡിഫിക്കൽട്ട് ആകുന്ന പേരൻസിൻ്റെ ആ കുട്ടികൾക്ക് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ വരെ അവരുടെ പേരൻസ് എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കും. അപ്പം അറ്റ് പോയിന്റ് അവർക്ക് മനസ്സിലാവും ഇവന് മാത്സ് നന്നായിട്ട് അറിയാം. പിന്നെ അവർ ആ ഇമ്പോർട്ടൻസ് ആ മാത്സിന് കൊടുക്കില്ല. ബിക്കോസ് എൻ്റെ കുട്ടിക്ക് മാത്സ് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന പ്രാക്ടീസ് അത് കുറയും, ആ സബ്ജക്റ്റിലേക്ക് കുറയും. അപ്പോൾ പതുക്കെ പുതിയ കോൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം കുട്ടികൾ അതിൽ പതുക്കെ വീക്കായി തുടങ്ങും, മാത്സ് ഡിഫിക്കൽട്ടായി തുടങ്ങും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിയായിട്ട് തോന്നും. അതുണ്ട്. ഇനി അതിലും രസകരമായ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. 3-4 പേരൻസിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടതാണ്. ഈ കുട്ടിയുടെ പഠനം പേരൻസ് ഏറ്റെടുക്കുക, കുട്ടിയല്ല പഠിക്കുന്നത്. പ്രത്യേകിച്ച് വീട്ടിൽ അമ്മമാർ എല്ലാ സബ്ജക്റ്റിലും അമ്മയുടെ ഇൻവോൾവ്മെൻ്റാണ്. കുട്ടിയല്ല പഠിക്കുന്നത്, അമ്മയാണ് പഠിപ്പിക്കുന്നത്. പരീക്ഷ എഴുതുന്നത് അമ്മയാണ് പഠിക്കുന്നത്. 90% വീഡിയോകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ അമ്മയുടെ സ്റ്റോക്ക് തീരും. അമ്മയുടെ സ്റ്റോക്ക് തീരുന്നതോടെ കുട്ടിയുടെ ശരിക്കുള്ള പരിതാപകരമായ അവസ്ഥ തുടങ്ങുക. ഒരു ക്ലാസ് കഴിയുമ്പോഴേ അമ്മയുടെ സ്റ്റോക്ക് കഴിഞ്ഞു, അമ്മയ്ക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, ഞാൻ അമ്മമാരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്ന ആ ഒരു അപ്രോച്ച് ലോങ് ടൈം ഫയർ ബാക്ക് ചെയ്യും.
ഒരു 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 ക്ലാസ് കഴിയുമ്പോഴത്തേക്കും കുട്ടി ഇങ്ങനെ താഴേക്ക് പോരുന്ന കാരണം അമ്മയുടെ മാത്സിലുള്ള സ്റ്റോക്ക് തീർന്നു. അമ്മയ്ക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. ഓക്കെ, അമ്മ വിൽ ഫോക്കസ് ഓൺ ഹിന്ദി. അപ്പം ഞാനത് ആരെയും കുറ്റപ്പെടുത്തുകയല്ല, അത് ചെയ്യാൻ പാടില്ല. ഒരു പരിധി കഴിഞ്ഞ് കുട്ടിയുടെ പണി തന്നെ ചെയ്യണം. നമ്മൾ പുറകെ നിന്ന് ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ എൻവോൾവ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഒരു അബോവ് ആവറേജ് മാർക്ക് വേണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. തോക്കാൻ പാടില്ല. തോറ്റാൽ തന്നെ വൺസ് ഇൻ എ വൈൽ ഇറ്റ് ഹാപ്പൻസ്, ഫൈൻ. വി ക്യാൻ ഇമ്പ്രൂവ് മാൻ, വി ക്യാൻ ഇമ്പ്രൂവ്, ഐ ക്യാൻ ഡു ഇറ്റ് ബെറ്റർ. ഓക്കെ, ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സബ്ജക്റ്റ് ഇഷ്ടമില്ല, കുഴപ്പമില്ല. അങ്ങനെ ഒരു അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് നമുക്ക് കുട്ടികളെ എന്തിനാണ് വേണ്ടത്? ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഭാവിക്ക് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതല്ല. അല്ലാതെ ഇവരെ ടോർച്ചർ ചെയ്ത് പിന്നെ ഓർക്കവും കളഞ്ഞ് പല വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പരീക്ഷ തലേ ദിവസം ഉറങ്ങാൻ സമ്മതിക്കില്ല. ദാറ്റ് ഇസ് ദ വേഴ്സ്റ്റ് തിങ്. കുട്ടിയുടെ ബ്രെയിനിന് റെസ്റ്റ് വേണം. പേരൻസിനൊരു പ്രോബ്ലം എന്നാ ഫേസ് ചെയ്യുന്നത്, നമ്മൾ കുട്ടികളെ കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഫുള്ള് കോൺസെൻട്രേഷൻ ഈ കളിയിലായി പോവോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അത് വരുന്നത് എന്തുകൊണ്ടാണ്? ഇവന് ഗോളില്ല, സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ആദ്യം ചെയ്യേണ്ടത് കുട്ടിക്കൊരു ഗോൾ സെറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുക. അവൻ്റെ ലൈഫ് എന്താണ്, അത് കളിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, പഠനത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവൻ്റെ ഒരു ടൈം ടേബിൾ അവനെ തന്നെ ഉണ്ടാക്കുക. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളിലൊക്കെ ഞാൻ പറയും, നിങ്ങളൊരു ആദ്യം ഒരു പേപ്പറിലൊരു കലണ്ടർ ഉണ്ടാക്കുക, പിന്നീട് അത് ഓൺലൈൻ കലണ്ടർ ആക്കുക. ഏത് നിങ്ങളുടെ മൊബൈൽ ഫോണോ യൂസ് ചെയ്യുന്നവരല്ലേ, നിങ്ങൾ അതിലേക്ക് ഒരു കലണ്ടർ ഫിറ്റ് ചെയ്യൂ. ദെൻ യു നോ ഹൗ യു ആർ മാനേജിങ് യുവർ ടൈം. സെൽഫ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സാധനം കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഈ കാരണവന്മാർ പറയും, ഇവരെയൊക്കെ ഇങ്ങനെ വിശ്വസിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളെ എങ്ങനെ വിശ്വസിക്കുക? യു ട്രസ്റ്റ് യുവർ കിഡ്സ് നാ, മേക്ക് ദം ടു, അവരെ ഒന്ന് വിശ്വസിച്ച് നോക്കുക. അവർ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യും. സോ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. ഇനി ഇതിനൊരു വലിയൊരു ആംഗിളുണ്ട്. ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു സ്റ്റഡി, 80 വയസ്സ് കഴിഞ്ഞിട്ടും ആരോഗ്യവാന്മാരായിരിക്കുന്ന, അമേരിക്കയിൽ നടത്തുന്ന സ്റ്റഡിയാണ്. കുറേ ആൾക്കാരിൽ പ്രൊലോങ് ആയിട്ടൊരു സ്റ്റഡിയാണ്. അപ്പോൾ അത് നടത്തിയതിൽ 80 കഴിഞ്ഞിട്ടും വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ പ്രൈമറി റീസൺ ഇറ്റ് വാസ് റിലേഷൻഷിപ്പ്, ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് മൈസെൽഫ് ആസ് എൻ ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അപ്പോൾ അത് എല്ലാ ഏജ് ഗ്രൂപ്പിനും ബാധകമാണ്. പ്രായമാകുമ്പോൾ മാത്രമല്ല, കുട്ടികൾക്കും മുതിർന്നവർക്കും പക്ഷേ ഇതൊക്കെ ഒരു ഹാബിറ്റാണ്. അത് ഏർലി സ്റ്റേജിൽ തന്നെ നല്ല ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യം. അത് ലൈഫ് ലോങ് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഒറ്റ കാര്യം, നല്ല കുട്ടികളെയും നല്ല കൂട്ടുകാരെയും നല്ല ആൾക്കാരെയും മാത്രം നമ്മുടെ സർക്കിൾ കൊണ്ടുവരിക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ, ഡ്രഗ്സ്, സ്കൂൾ കുട്ടികൾ പോലും, ഈവൻ സം ഓഫ് ദം ഈവൻ ഡ്രിങ്ക്. അതെന്തുകൊണ്ടാണ്? ആ ഫസ്റ്റ് ടച്ച് അവനെ ഒന്നും ആലോചിച്ചിരുന്നെങ്കിൽ ഇതെടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലോങ് ടൈം ഗോളിനെ ഇത് എഫക്റ്റ് ചെയ്യും. നോ, ഐ ഡോണ്ട് വാണ്ട്. അത് പാരൻസോ സ്റ്റുഡൻസോ മറ്റുള്ളവർ പറഞ്ഞിട്ടില്ല, അവന് തോന്നുന്ന ലെവലിലേക്ക് എത്താൻ പറ്റും. എനിക്ക് ഈ കുട്ടികളിൽ വളരെ വിശ്വാസമാണ്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഐ ബിലീവ് ഇൻ സംതിങ് കോൾഡ് റിവേഴ്സ് മെൻറ്ററിങ്. റിവേഴ്സ് മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് മുതിർന്നവർ പറഞ്ഞ് കേട്ടാണ് നമ്മൾ ചെറുപ്പക്കാർ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പോയി. ചെറുപ്പക്കാർ പറയുന്നത് കേട്ടിട്ടാണ് മുതിർന്നവർ പഠിക്കുന്നൊരു കാലമാണ്. അതിനാണ് ഈ റിവേഴ്സ് മെൻറ്ററിങ് എന്ന് പറയുന്നത്. അപ്പം ദി യൂത്ത് ബ്രിങ് എനർജി, കിഡ്സ് ബ്രിങ്സ് ഇൻ അഗെയിൻ ഫൺ. അപ്പോൾ അവരോട് ഇടപെടുന്നത് വളരെ നല്ല കാര്യമാണ്. എൻ്റെ എക്സ്പീരിയൻസ് നേരെ തിരിച്ചാണ്. അതായത് ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടെ സ്മാർട്ടാണ്. അവർ നമ്മൾ മനസ്സിലാക്കുന്നതിലുണ്ടാകുന്ന ഒരു ചെറിയൊരു ഗ്യാപ്പാണ്. ഐ എം വെരി പോസിറ്റീവ് അബൌട്ട് ഇറ്റ്. ഒരു 10 വർഷം മുമ്പ് നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ അത്ര വലിയതായിട്ട് അറിയത്തില്ല, അതിനെക്കുറിച്ച് ജനങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറുമില്ല. പക്ഷെ ഇപ്പം നമ്മൾ ചെറിയ മീറ്റിങ്സ് തൊട്ട് ഇപ്പം ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം നമ്മൾ ഓൺലൈനിലാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എല്ലാം ഒന്ന് പറയുമോ? പക്ഷേ ഈ ഓൺലൈൻ വന്നതുകൂടെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് കുറേ സാധ്യതകളാണ്, പുതിയ സാധ്യതകൾ. അതിൻ്റെ നെഗറ്റിവിറ്റിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും അതിൻ്റെ പോസിറ്റീവ് പാർട്ടിനെ എടുത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിള്ളേർക്കായിക്കോട്ടെ, പ്രൊഫഷണലായിക്കോട്ടെ, വീട്ടമ്മമാർക്കായിക്കോട്ടെ, എല്ലാവർക്കും സാധ്യതയുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പിറ്റ്ഫോൾസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സോ 1-to-1 ഫോക്കസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഓൺലൈൻ ആയിക്കോട്ടെ. പക്ഷേ ടീച്ചറും സ്റ്റുഡൻറ്റും അതിനകത്ത് കോപ്പറേറ്റ് ചെയ്യണം. ടീച്ചേഴ്സിനെ നമ്മൾ ശരിക്കും ട്രെയിൻ ചെയ്യണം. ഈ ഓൺലൈനിലുള്ള കുട്ടിയെ എങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ
ഓൺലൈൻ ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ക്ഷീണം, കുട്ടിക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരുന്നുണ്ടാകുന്ന ക്ഷീണം എന്ന് പറഞ്ഞാൽ വലിയ ക്ഷീണമാണ്. അപ്പോൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടൻറ്റ് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടുള്ള കണ്ടൻറ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇന്നൊരു കുട്ടിയും സത്യം പറഞ്ഞാൽ ക്ലാസ് റൂമിൽ പോയിരുന്നാലും എൻഗേജിങ് അല്ലാത്ത കണ്ടൻറ്റിൽ ലിസൺ ചെയ്യാൻ ഇന്നത്തെ കുട്ടികൾക്ക് താല്പര്യമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഓൺലൈനിൽ പല സ്ഥലത്തും ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളിടത്തോളം എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനർ അല്ലെങ്കിൽ ടീച്ചർ കുറച്ചുകൂടെ വെൽ ഇൻഫോംഡ് ആണ്. ഓൺലൈനിൻ്റെ സാധ്യതകൾ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് വീഡിയോസും ഗെയിംസും ഒക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന്, ഇൻക്ലൂഡിങ് സ്റ്റോറി ടെല്ലിങ്. ആ കുട്ടി ചിലപ്പോൾ ഈ രാജ്യത്തായിരിക്കില്ല, വേറെ ഏതെങ്കിലും രാജ്യത്തായിരിക്കും. ആ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളും ഇതിനകത്തേക്ക് കോൺവെർസേഷനിൽ കൊണ്ടുവന്ന്, അപ്പോൾ ഞങ്ങൾ ചോദിക്കും, ഇപ്പോൾ ഈ ഒരു ടീച്ചറിൻ്റെ പണി ഇത്രമാത്രം ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലത്ത് എളുപ്പമല്ല, ഒരു ടീച്ചറാകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പണ്ട് തൊട്ട് നമ്മൾ പഠിച്ച ക്ലാസ് റൂം കിട്ടുന്ന ഫീലിംഗ് എന്തായാലും ഓൺലൈനിൽ കിട്ടാൻ പാടാം, എഗ്രി. പക്ഷേ ഇന്നത്തെ ലോകത്തിൽ തൊട്ടടുത്തൊരു ടീച്ചറെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എത്ര പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ള വേറെ കാര്യം. നമ്മൾ വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണെങ്കിൽ കാരണന്മാർ കൂടെ പോകേണ്ടി വരും. പേരൻസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തീർന്നു, അതോടെ കുട്ടിയുടെ ആ ഒരു വേൾഡ് അടഞ്ഞു. പക്ഷേ ഓൺലൈനിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. ടീച്ചറിൻ്റെ ലൊക്കേഷനോ ടൈമിങ്ങോ ഒക്കെ നമുക്ക് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഏരിയ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലൈൻ വേൾഡിൽ കുട്ടികൾ നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള എൻവയൺമെൻറ്റ് അവർ ക്രിയേറ്റ് ചെയ്യണം. അതിന് അവർ ചെയ്യേണ്ടത് എന്താണ്, അവരുടെ ബ്രൗസിങ് സെറ്റപ്പ്, അതുപോലെ തന്നെ പേരൻ്റൽ ഗൈഡൻസ്, ചൈൽഡ് ഗൈഡൻസ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത ശേഷം, എന്നാൽ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കുറേ ടൂൾസും അവൈലബിളാണ്. കുട്ടികളുടെ മെഷീനിൽ ആവശ്യമില്ലാത്തൊരു കണ്ടൻറ്റും പിന്നെ എങ്ങനെയൊക്കെ പണിതാലും വരാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏർലി സ്റ്റേജിൽ ഒരു കുട്ടി, നമ്മുടെ കുട്ടികളുടെ ഏർലി സ്റ്റേജിൽ പേരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിങ്ങനെ ഓപ്പൺ ആക്കി വിടുന്നതിന് പകരം കുറച്ചൊരു കൺട്രോള് അവിടെ ആ ഒരു കാര്യത്തിൽ കൺട്രോൾ ആ കുട്ടികൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നിൻ്റെ ലോങ് ടേം കാര്യത്തിനാണ് നമ്മളിത് ചെയ്യുന്നത്. ആ കുട്ടി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇപ്പം അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്, നീ ഇങ്ങനെ ആയിരിക്കണം, ഇല്ല ഞാൻ നിന്നെ ഇങ്ങനെ ചെയ്യും. കുറ്റം ഞാൻ പറയുന്നത് പേരൻസിൻ്റെ ഇല്ല, പേരൻസിൻ്റെ കുറ്റം. കാരണം നമ്മൾ ഈ കുട്ടികളെ നോക്കിക്കോ, കുട്ടികളുടെ നേച്ചർ അനുസരിച്ച് അവർ പറയുന്നതല്ല കേൾക്കുന്നത്, നമ്മൾ ചെയ്യുന്നതാണ് അവർ കാണുന്നത്. അതായത് വാക്ക് ദ ടോക്ക്. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒന്നാണെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. നമ്മളൊന്ന് പറയുന്നു, ചെയ്യുന്നത് വേറെയാണ്. കുട്ടിയെ ശരിക്കും പഠിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുന്ന കുട്ടികൾ. ഇന്നത്തെ കുട്ടികൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഈ വാക്ക് ദ ടോക്ക് എന്ന് പറയും, നമ്മൾ പറയുന്ന കാര്യം തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഭംഗിയായിട്ട്. നമ്മൾ ഈ പറഞ്ഞ ഡിജിറ്റൽ വേൾഡിൽ തോന്നിയ ദിവസം കാണിക്കുകയും കുട്ടികളോട് പറയുക നിങ്ങൾ അത് ചെയ്യണം. നമ്മൾ ഫുൾ ടൈം ഫോൺ അഡിക്റ്റാണ്, എന്നിട്ട് കുട്ടികളോട് പറയുക നീ ഫോൺ തുടരരുത്. സോ ഇതൊരു 2-way പ്രോസസ്സാണ്. നമ്മളും കുറച്ചുകൂടെ റെസ്പോൺസിബിൾ അക്കൗണ്ടബിൾ ആയി കഴിഞ്ഞാൽ കുറച്ച് അവരുടെ ഇൻവോൾവ്മെൻറ്റോട് കൂടി ഈ കാര്യങ്ങൾ അവരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കണം. നമ്മൾ എടുക്കുന്നതിന് പകരം ആ കുട്ടിയോട് തീരുമാനമെടുപ്പിക്കുക. ഈ സ്റ്റുഡൻസ് ഇമ്പ്രൂവ് ചെയ്യേണ്ട പാഷൻസ്, ഹോബീസ്, ഇതൊക്കെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? എന്തൊക്കെയായിരിക്കും അവർക്ക് ഫ്യൂച്ചറിൽ നല്ലത്? എന്തൊക്കെ ഹോബീസ് ഡെവലപ്പ് ചെയ്യുമ്പോഴായിരിക്കും? പ്രത്യേകിച്ച് ഒരു ഹോബി എന്ന് പറയാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് ഹോബി എന്ന് തോന്നുന്നത്, എനിക്ക് ഹോബി എന്ന് തോന്നുന്നത് ആയിരിക്കില്ല അദ്ദേഹത്തിന് തോന്നുന്നത്. പക്ഷേ എന്തെങ്കിലും ഹോബിയുടെ വേണം. ഹോബി ഇല്ലെങ്കിൽ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈഫ് മോണോട്ടോണസ് ആവും. അത് ഹോബീസ് വഴി നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് ടൈപ്പ് ഹോബികളാണ് കുട്ടികൾ ഇതിൽ ഇറങ്ങുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇന്ന് പല ക്രിമിനൽ ടൈപ്പ് ഹോബീസ് വരെ ഓൺലൈനിൽ അവൈലബിളാണ്. ദാറ്റ് ഈസ് എ ട്രാപ്പ്. അങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് മാത്രം നമ്മുടെ കുട്ടികളിൽ നിന്ന് ഗൈഡ് ചെയ്യണം. അല്ലെങ്കിൽ വി ഷുഡ് എൻകറേജ്. അവർ ചിലർ വരയ്ക്കുന്നതായിരിക്കും, ചിലർക്ക് പാട്ട് പാടുന്നതായിരിക്കും, ചിലർക്ക് വെറുതെ നടക്കുന്നതായിരിക്കും. സോ വട്ട് എവർ ദേ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഗുഡ്. ഒരു ടീനേജ് കഴിയുമ്പോഴാണ് ഈ കുട്ടികൾ പാഷൻ്റെ പുറകെ പോകുന്നത് കാണുന്നത്. അപ്പോൾ ഈ പാഷൻ നല്ലതാണ്. ആ പാഷനെ നമുക്ക് അതിൻ്റെ ബിൽഡ് ചെയ്ത് അതിൻ്റെ ലോങ് ടേം നമ്മുടെ ഗ്രോത്തിനോ കരിയറിനോ അടുത്ത ലെവലിലുള്ള എഡ്യൂക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ അത് ഒരു ട്രാപ്പായി വരുന്നത് എന്താണെന്ന് എപ്പോഴാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാഷൻ അങ്ങോട്ട് മൂത്ത് നമ്മളുടെ ലോങ് ടൈം നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ലൈഫ്, നമ്മുടെ കരിയർ
ഇതിനേക്കാളും വലുതാണ് എൻ്റെ പാഷൻ എന്നൊരു ലെവലിലേക്ക് ചിന്തിക്കുന്ന പല കുട്ടികളുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ പോയപ്പം അവരെന്നോട് പറഞ്ഞു, ദ ഡീൻ ഷിൻഡോ ഇവിടെ കുറേ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ് കുറേ പേര് നടക്കുന്നുണ്ട്, ക്ലാസ്സിൽ കയറില്ല. അങ്ങനെ നടക്കുക എൻ്റർപ്രണർഷിപ്പ് നല്ലതാണ്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ എന്തിനാണ് വന്നത്? ദ പർപ്പസ് ഓഫ് ജോയിനിങ് ദാറ്റ് കോഴ്സസ് പഠിച്ച് എങ്ങനെയെങ്കിലും ഡിഗ്രി എടുത്ത് പുറത്ത് പോകണം. ഒരു ക്ലാസ്സും കയറില്ല, ബാങ്ക് ചെയ്ത് നടക്കുകയാണ്. അവർക്ക് അടുത്ത സെമസ്റ്റർ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ ആ ട്രാപ്പിലേക്ക് പെടാതെ നോക്കുക. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗോൾ സെറ്റിങ്ങിൽ ഫെയിലാണ്. ഗോൾ ഉണ്ടെങ്കിലുള്ള കുട്ടികൾ നോക്കിയോ, അവർ എത്രയൊക്കെ ഡിസ്ട്രാക്ഷൻ ഉണ്ടായി. ഇപ്പോൾ ഒരുത്തൻ അവനെ തകതിരിക്കാൻ ശ്രമിച്ചു, അവൻ ഒരു സമയത്ത് എത്തുമ്പോഴവൻ പറയും, നീ നിൻ്റെ വഴിക്ക് പോക്കോ, എനിക്ക് വേറെ പണികൾ ചെയ്യാനുണ്ട്. സോ നമുക്ക് ചെയ്യേണ്ടത് കുട്ടികളെ ഗോൾ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അവൻ അവൻ്റെ കലണ്ടർ ഉണ്ടാക്കും, അവൻ്റെ ഷെഡ്യൂൾസ് അവൻ പ്ലാൻ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം, കാരണം അവർ പെർഫെക്റ്റ് അല്ല. അപ്പം അത് ഒരു ബൂസ്റ്റ്. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയും പോസിറ്റീവ് പുഷ് എന്ന് പറഞ്ഞാൽ, ചെയ്ത കാര്യങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് നീ ചെയ്തത് നല്ലതാണ്. നമ്മൾ ചിലർ പറയും ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലതാണെന്ന് പറയണം. നമ്മുടെ മലയാളി പേരൻസ് എപ്പോഴും പുറകോട്ട് പോകുന്ന കാര്യമാണ്, നല്ലതാണെന്ന് പറയില്ല. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഇതാണ്. എൻ്റെ പേരൻസും എൻ്റെ ടീച്ചേഴ്സും ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ അതേ സമയത്ത് ചെറിയ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെണ്ടയടിച്ച് വലുതാക്കി നടക്കുകയും ചെയ്യും. സോ ഇതൊരു വലിയ ഏരിയ ആണ്. പക്ഷേ നമുക്ക് ഏറ്റവും ഞാൻ പറഞ്ഞാൽ പേരൻസിനെയും ടീച്ചേഴ്സിനെയാണ് ഇതിൽ ട്രെയിൻ ചെയ്യേണ്ടത്. അവരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ വലിയ റോളുണ്ട് പ്ലേ ചെയ്യാൻ. കാരണം എപ്പോഴാണ് കറക്റ്റ് പോസിറ്റീവ് വേർഡ്സ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് നെഗറ്റീവ് കറക്ഷൻസ് നടത്തേണ്ടത്. കറക്ഷൻസ് ആണ് തന്നെ പബ്ലിക്കിലല്ല ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ ദി അപ്രിസിയേഷൻ ക്യാൻ ബി ഡൺ ഇൻ എ ഗ്രൂപ്പ് പബ്ലിക്, നല്ല കാര്യം. പക്ഷേ കറക്ഷൻസ് നടത്തുന്നത് ഒരു ചൂട് അടുത്തിരിച്ച് സ്നേഹത്തോടെ പറഞ്ഞ് നല്ല മൂഡിലായിരിക്കുമ്പോൾ അപ്പോൾ അതിന് ക്ഷമ വേണം. Wingbuds, your complete online tutor.